സംഘപരിവാറിന് മുസ്ലിങ്ങൾ രണ്ടാം കിട പൗരന്മാരാണ്. മോദിയുടെ പാലക്കാട് റോഡ് ഷോയിലൂടെ ജനങ്ങൾക്ക് ഇക്കാര്യം ബോധ്യപ്പെട്ടു. എന്നാൽ അധികാരത്തിൻ്റെ അപ്പകഷത്തിന് വേണ്ടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇതൊന്നും അറിഞ്ഞ മട്ടില്ല. വിചാരധാര RSSന്റെ രണ്ടാം സർസംഘചാലക് ഗോൾവൽക്കർ രചിച്ച ഗ്രന്ഥമാണ് വിചാരധാര. സംഘപരിവാറിന്റെ ഔദ്യോഗിക ഗ്രന്ഥം. ആരാണ് RSSന്റെ ശത്രുക്കൾ? വിചാരധാരയിൽ ഗോൾവൽക്കർ ഇങ്ങനെ വിശദീകരിച്ചിരിക്കുന്നു: രാജ്യത്തെ ഹിന്ദുക്കൾ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്ത് സമയം കളയരുത്. യഥാർത്ഥ ശത്രുക്കൾ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകാരുമാണ്. നരേന്ദ്രമോദിയുടെ 10 വർഷക്കാലത്തെ ഭരണകാലത്ത് രാജ്യം കണ്ടത് വിചാരധാരയിലെ വിദ്വേഷ രാഷ്ട്രീയത്തിൻ്റെ ആക്രമണോത്സുകതയാണ്. കലാപങ്ങൾ നിത്യസംഭവങ്ങളായി. നിരപരാധികൾ കൊല്ലപ്പെട്ടു. സംഘപരിവാർ മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യാനികളുടെയും ആരാധനാലയങ്ങൾ, വീടുകൾ, സ്ഥാപനങ്ങൾ ഇവയെല്ലാം വ്യാപകമായി തകർത്തു. ന്യൂനപക്ഷങ്ങൾ വ്യാപകമായി വേട്ടയാടപ്പെടുമ്പോഴും BJPക്ക് ചില ന്യൂനപക്ഷ മുഖങ്ങൾ വേണം. തങ്ങൾ ന്യൂനപക്ഷ വിരുദ്ധരല്ലെന്ന് സ്ഥാപിക്കാൻ കുറച്ച് മുഖങ്ങൾ വേണം. ഇവർക്കെല്ലാം ചില സ്ഥാനമാനങ്ങൾ നൽകും. പക്ഷേ BJP നേതൃത്വത്തെ തൃപ്തിപ്പെടുത്തണം. എങ്കിലേ വലിയതെന്തെങ്കിലും കിട്ടൂ. ഇതിനായുള്ള കഠിനാധ്വാനമാണ് കേരളത്തിന്റെ തെരുവുകളിൽ കണ്ടത്. Why are you provoking? Why are you provoking the students? Why are you provoking the students? Get lost. How can you say that? Get lost. BJP മുസ്ലിം സമുദായത്തെ എങ്ങനെയാണ് കാണുന്നത്? മോദിയുടെ പാലക്കാട് റോഡ് ഷോ ആണ് മികച്ച ഉദാഹരണം. പാലക്കാട്ടെ BJP സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ, പൊന്നാനിയിലെ സ്ഥാനാർത്ഥി നിവേദിത സുബ്രഹ്മണ്യൻ, മലപ്പുറത്തെ സ്ഥാനാർത്ഥി അബ്ദുൾ സലാം എന്നിവരെ റോഡ് ഷോയിലേക്ക് ക്ഷണിച്ചു. മോദിയുടെ റോഡ് ഷോ വാഹനത്തിലേക്ക് നോക്കാം. മോദിക്കൊപ്പം കൃഷ്ണകുമാറിനെയും നിവേദിതയെയും കാണാം. പക്ഷേ അബ്ദുൾ സലാം ഇല്ല. പൊന്നാനി കാൻഡിഡേറ്റ് ഇപ്പുറത്തെ ഒരു മണ്ഡലോ 2 മണ്ഡലോ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് ബന്ധപ്പെടാൻ പാലക്കാട് മണ്ഡലത്തിന് 2 കാൻഡിഡേറ്റ്സേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് പാർട്ട് അനുസരിച്ചിട്ട് 2 പേരെ ചേർത്ത് BJP പ്രസിഡന്റിനെ കൂടെ ചേർത്ത് അപ്രൂവ് ചെയ്ത ഡോക്യുമെൻ്റ് അവിടെ ഉണ്ടായിരുന്നു. എന്നെ അവിടെ വന്നിട്ട് പ്രൈം മിനിസ്റ്റർ അക്കമ്പനി ചെയ്യാൻ വേണ്ടി ആരും ഇൻവൈറ്റ് ചെയ്തിട്ടില്ല. ഐ വോണ്ട് ടു മീറ്റ് ദ പ്രൈം മിനിസ്റ്റർ അഗെയിൻ. എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യത്തേത് അദ്ദേഹത്തിന് ഞാൻ മലപ്പുറം കാൻഡിഡേറ്റ് ആണെന്ന് അദ്ദേഹത്തോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. അദ്ദേഹം എന്നെ അറിയില്ലെങ്കിൽ ഒന്ന് അറിയുക. അതായിരുന്നു ഒന്ന്. രണ്ടാമത്, അദ്ദേഹത്തോട് കൂടെ നിന്ന് 1-2 ഫോട്ടോഗ്രാഫ് എടുക്കുമെങ്കിൽ പോസ്റ്റേഴ്സ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചു. മോദിയുടെ റോഡ് ഷോയിൽ കൃഷ്ണകുമാറിനും നിവേദിതയ്ക്കുമൊപ്പം അബ്ദുൾ സലാമും പങ്കെടുക്കുമെന്ന് BJP നേതൃത്വം അറിയിച്ചിരുന്നു. എന്നാൽ അബ്ദുൾ സലാമിനെ മാത്രം മാറ്റി നിർത്തി. അബ്ദുൾ സലാമിന് SBGയുടെ അനുമതി ലഭിച്ചില്ല എന്നതാണ് BJP നേതൃത്വത്തിന്റെ വിശദീകരണം. ഹിന്ദുക്കളായ K. സുരേന്ദ്രനും കൃഷ്ണകുമാറിനും നിവേദിതയ്ക്കും SBGയുടെ സുരക്ഷാ അനുമതി ലഭിച്ചു. എന്നാൽ മുസ്ലിമായ അബ്ദുൾ സലാമിന് SBGയുടെ അനുമതി ലഭിച്ചില്ല. ഹിന്ദുവിന് ലഭിക്കും, മുസ്ലിമിന് ലഭിക്കില്ല. ഇതാണ് ഇന്നത്തെ ഇന്ത്യയുടെ അവസ്ഥ. മോദി സർക്കാരിന്റെ 10 വർഷക്കാലത്തെ ഭരണം സൃഷ്ടിച്ച മതപരമായ വിവേചനമാണ് മോദിയുടെ പാലക്കാട് റോഡ് ഷോയിൽ കണ്ടത്. ആദ്യം തന്നെ ഇവർ പ്രഖ്യാപിച്ചത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ കൂടെ പൊന്നാനി സ്ഥാനാർത്ഥിയും മലപ്പുറം സ്ഥാനാർത്ഥിയും പാലക്കാട്ടെ സ്ഥാനാർത്ഥി ഉണ്ടാകുന്ന ഒരു തെറ്റായ സന്ദേശവും കൂടി കൊടുത്തു. കാരണം മലപ്പുറത്ത് മത്സരിക്കുന്നത് ഒരു മതന്യൂനപക്ഷത്തിൽപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം അവിടെ വന്നു. ആ വാഹനത്തിൽ കയറാൻ കഴിഞ്ഞില്ല.
അപ്പോൾ അതുവഴി കൊടുത്ത സന്ദേശം എന്താ? ഒരു മുസ്ലിം ആയതുകൊണ്ട് പ്രധാനമന്ത്രിൻ്റെ അടുത്ത് നിൽക്കാൻ സാധിച്ചില്ല. ഇതല്ലേ കൊടുത്തത്, ഇതല്ലേ ഗുണം കിട്ടിയത്. അതുകൊണ്ട് ഇതൊന്നും ചെയ്യാൻ പാടില്ലാത്തതാണ്. അദ്ദേഹത്തെ അപമാനിച്ചില്ലേ? ഇവിടെ അദ്ദേഹം വന്നിട്ട് തിരിച്ചു പോകേണ്ടിയിരുന്നോ? എന്തിനാ ഈ 4 സ്ഥാനാർത്ഥികളും ഉണ്ടാകുമെന്ന് ആദ്യം പറഞ്ഞത്? പൊന്നാനിയിലെയും അതുപോലെ തന്നെ പാലക്കാട് മാത്രമേ ഉള്ളൂ. 3 എണ്ണമല്ലേ ആദ്യം പ്രഖ്യാപിച്ചത്. മലപ്പുറത്തെ സ്ഥാനാർത്ഥി ഒരു മതന്യൂനപക്ഷത്തിൽപ്പെട്ട ആളല്ലേ, മുൻഗണന കൊടുക്കണ്ടേ? അവർക്ക് മുൻഗണന കൊടുക്കണ്ടേയല്ലേ? അദ്ദേഹം അവിടെ പോയില്ലേ? എന്നിട്ട് വളരെ അപമാനിതനായിട്ടല്ലേ അദ്ദേഹം തിരിച്ചു പോയി. ഇത് നമ്മളെ ഗവർണർ കൂടി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. മതന്യൂനപക്ഷത്തിൽപ്പെട്ടവർ BJPയിലേക്ക് പോയാലുള്ള ഈ തൊട്ടുകൂടായ്മ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ബഹുമാനപ്പെട്ട ഗവർണറാണ്. വെറുതെ നാണക്കേടാക്കിയില്ലേ? എന്ത് ഗുണം ഇതുകൊണ്ട് കിട്ടി? ഒരു വശത്ത് മണിപ്പൂരിൽ ക്രിസ്ത്യൻ ദേവാലയങ്ങൾ കൂട്ടത്തോടെ തകർക്കുക, മറുവശത്ത് മോദിയുടെ ക്രിസ്ത്യൻ ദേവാലയ സന്ദർശനം. ന്യൂനപക്ഷങ്ങളുടെ വോട്ട് വേണം, പക്ഷേ മതം നോക്കി അവരെ ആക്രമിക്കുന്നു. ഇതിനെതിരെ പ്രതികരിക്കുന്ന പുരോഹിതന്മാരുണ്ട്. വോട്ട് തേടി വരുന്നവരുടെ മുഖത്ത് നോക്കി ചോദ്യം ചെയ്യാൻ ധൈര്യമുള്ളവർ. चर्च के पादरी भी हिंसा के शिकार हो रहे हैं। രാജ്യത്ത് മതന്യൂനപക്ഷങ്ങൾക്ക് ഏറ്റവും സുരക്ഷിതത്വമുള്ള പ്രദേശമാണ് കേരളം. അത്തരമൊരു സംസ്ഥാനത്തെക്കുറിച്ചാണ് മോദി പച്ചക്കള്ളം പറയുന്നത്. ഇനി ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന അക്രമങ്ങളുടെ കണക്കുകൾ നോക്കാം. യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിന്റെ റിപ്പോർട്ട് പ്രകാരം 2024 മാർച്ച് വരെ രാജ്യത്ത് ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ 161 അക്രമങ്ങൾ നടന്നു. ഛത്തീസ്ഗഡ് 47, UP 36, മധ്യപ്രദേശ് 14, ഹരിയാന 10, രാജസ്ഥാൻ 9. ഈ പട്ടികയിലെവിടെയും കേരളമില്ല. ന്യൂനപക്ഷങ്ങൾ ക്രിസ്ത്യാനിയായാലും മുസ്ലിമായാലും കേരളത്തിൽ സുരക്ഷിതരാണ്. എന്നാൽ കേരളത്തിന് പുറത്ത് അങ്ങനെയല്ല. BJP സ്ഥാനാർത്ഥി അബ്ദുൾ സലാമിന് നേരിടേണ്ടി വന്ന വിവേചനം ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. അധികാരത്തിന്റെ അപകർഷത്തിന് വേണ്ടി BJPയുടെ ചുറ്റും കൂടുന്നവർക്കെല്ലാം അബ്ദുൾ സലാമിന്റെ അനുഭവം ഒരു പാഠമാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഇവർക്കും ഇതെല്ലാം ബോധ്യപ്പെടും.